A very warm and cheerful good evening to dear dignitaries of the day, invitees, JCs, JSRAT and JJs. On Menstrual Hygiene Day 2021, we are working to break the silence around periods, tackle the stigma often associated with them, and raise awareness of the importance of menstrual hygiene for women, girls, and people who menstruate around the world. Now I request everyone to please switch on your cameras and switch off your microphones. For the opening formalities, I hand over the floor to the chairperson, JC Anaga Shibu. Good evening, everyone. Meeting in connection with Let's Talk Periods, organized by JSRAT wing of JCA Vaitila, held on 28th May 2021, is hereby called to order. Over to MC. For the welcome address, I invite JC Benny Kolsani. ഏവർക്കും ശുഭസായാഹ്നം നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, JSRAT അഖിലേന്ത്യാ തലത്തിൽ പ്രചരണം നടത്തുന്ന പ്രയാസ് സ്ത്രീകളുടെ ആർത്തവ സംബന്ധിയായ കാരണങ്ങളും ബോധവൽക്കരണവും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നവമാധ്യമങ്ങളുടെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി വൈറ്റില JSRAT വിഭാഗം സത്വി, JCI കൊച്ചി JSRAT വിങ്, JCI തൃപ്രയാർ JSRAT വിഭാഗം എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംരംഭം, ഈ പരിപാടി സ്ത്രീകളുടെ ആർത്തവ സംബന്ധിയായ കാരണങ്ങളെ കുറിച്ചുള്ള സംവാദാധിഷ്ഠിതമായ പരിശീലന കളരി നമുക്ക് ആർത്തവത്തെക്കുറിച്ച് പറയാം എന്ന ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന വൈറ്റില JSRAT വിഭാഗത്തിന്റെ സാരഥി JFM അനഘ ഷിബുവിനെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യ അതിഥിയായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് JCI 20 സോൺ 20യുടെ ഡയറക്ടർ പ്രോഗ്രാം JFP അർജുൻ K നായരാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ പരിപാടിയുടെ വിശിഷ്ടാതിഥിയായ HGF ശ്രീവിദ്യ ഹരീഷ് അവർക്ക് എവരുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ നവമാധ്യമ വേദിയിൽ പരിശീലകയായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാവരുമായും സംവേദിക്കുന്ന JCI സെനറ്റർ പ്രൊഫസർ നിർമ്മല പരമേശ്വരൻ അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് പരിപാടിയുടെ സംഘാടകരായ JCI കൊച്ചി അധ്യക്ഷ അനു തങ്കം മാത്യു അവർക്കും JCI തൃപ്രയാറിന്റെ JSRAT അധ്യക്ഷ JC ജിസ ആന്റണി എന്നിവർക്കും ഈ പരിപാടിയുടെ പേരിലും നിങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ ഈ യോഗത്തിൽ നിയോഗിതരായ JCI വൈറ്റിലയുടെ അമരക്കാരി HGF ദീപ ബാബു, സോൺ 20യുടെ പ്രയാസ് അംബാസഡർ JC സിന്ധു മേനോൻ എന്നിവർക്കും ഈ പരിപാടിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ അവതാരിക JC കരീന ജോസഫിനും ഒപ്പം തന്നെ ഈ സംവാദ പരിശീലന കളരിയുടെ പ്രയോക്താക്കൾ, സഹകാരികൾ ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. JCI. Thank you, JC Benny. Now I invite JC Anaga Shibu for the chairperson address. Chair recognize the presence of Zone Director Business James George. Respected Chief Guest JFP Arjun K. Nair, Guest of Honor HGF Srividya Harish, JCA Vaitila President JC Deepa Babu. Let's talk periods in കാലിക പ്രസക്തിയുള്ള വിഷയത്തെ പറ്റി നമ്മളെ ബോധവൽക്കരിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ റിസോഴ്സ് പേഴ്സൺ, JCI ഇന്ത്യയുടെ നാഷണൽ ട്രെയിനർ JCI സെനറ്റർ നിർമ്മല പരമേശ്വരൻ മാം, സോൺ 20യുടെ പ്രയാസിന്റെ സോൺ അംബാസിഡറായ JC സിന്ധു മേനോൻ, എല്ലാ സോൺ ആൻഡ് ലോം ഒഫീഷ്യൽസ്, എല്ലാ JCI മെമ്പേഴ്സിനും നമസ്കാരം. ഇന്ന് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പ്രയാസ് ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി JCI വൈറ്റിലയും JCI കൊച്ചിനും JCI തൃപ്രയാറും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ലെറ്റ്സ് ടോക്ക് പീരീഡ്സ് എന്നത്. ആർത്തവം, പീരീഡ്സ്,
മെൻസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള മനോഹരമായ വാക്കുകൾ കേൾക്കുമ്പോൾ ജാള്യതയോടെ നെറ്റി ചുളിക്കുന്ന ഒരു പറ്റം സമൂഹത്തെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ആർത്തവദിനമായാൽ പ്രത്യേകം പാത്രവും ഗ്ലാസും എല്ലാം നൽകി ഒരു മുറിയിൽ അടച്ചിട്ട് വെറും തറയിൽ പായ വിരിച്ച് കിടക്കുന്ന ഒരു പറ്റം സ്ത്രീ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകൾ നേരിടേണ്ടി വന്ന അവഗണനകളും പരിഹാസങ്ങളും ഏറെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമൂഹം നമുക്കുണ്ടായത്? എന്തുകൊണ്ടാണ് നാം അവരെ ചേർത്ത് നിർത്താത്തത്? ചോദിക്കാനാണെങ്കിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഉത്തരം ഒന്നേ ഉള്ളൂ: പഠിക്കുക, പഠിപ്പിക്കുക, ഉറക്കെ വിളിച്ചു പറയാൻ ഞാനും ഒരു സ്ത്രീയാണ് എന്ന്. ഋതുമതിയാകുന്ന ദിനം തൊട്ട് അവൾ ഒരു പുണ്യജന്മമായി മാറുകയാണ്. ആർത്തവത്തെ പറ്റി പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ ആൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കുക. അവളെ കരുതലോടെ ചേർത്ത് നിർത്തുക. ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ മാറ്റാൻ സാധിക്കില്ല. എങ്കിലും ഇതൊരു തുടക്കമാകട്ടെ. അവഗണനകൾ ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി, കരുതലുകളുള്ള കരങ്ങൾ അവളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി വരൂ, ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. അവജ്ഞയല്ല, ആദരവാണ് അവൾക്ക് നൽകേണ്ടത്. ലെറ്റ്സ് ടോക്ക് പീരീസ്. ജയ് ജയ്സി, ജയ് പ്രയാസ്. Over to you. Thank you, JC Anika Shibu. For the introduction of chief guest, I invite the co-host, JSRA chairperson of JCI Cochin, JC Anu Thankam. Thank you, Karina. And this gentleman joined JCI in the year 2008, was the centenary year president of JCI Adimali and won Outstanding LOM Award at the ZonCon. Zone vice president in the year 2018 and made his region positive in both house. Zone coordinator in 2019, Zone vice president again for the year of 2020 and won Zone President's Excellence Award as the outstanding Zone vice president in 2020. An engineer by qualification, a businessman by profession, and a trainer by passion. He is a businessman who developed his family business and did wonders in the trade named Narayani. He is also a government certified trainer and a skill development executive of Kerala government's additional skill acquisition program and teaches higher secondary students of SNDP Higher Secondary School Adimali. This fitness enthusiast is active in the field of competitive bodybuilding and has won numerous titles in bodybuilding championships, currently holding the title Mr. Idiki 2021. Married to JC Anu Arjun and blessed with a baby boy, Karthikeyan Arjun. I am happy to present before you the Zone Director Programs of JCI India Zone 20 for the magical year 2021. JCI Foundation Pattern. Thank you. I welcome you, sir. Thank you, JC. Now I invite the Zone Director Programs and today's chief guest, JFP Arjun K. Nair, to address the gathering. Yes. First of all, thank you, Anu Thankam Matthew, for the wonderful introduction. You made me blush. So, chairman of the meeting, JSRA chairperson of JCI Waitla, Anakha, and guest of honor for the day, Zone Director, JSRA wing of JC India Zone 20, Sri Vidya Harish, Zone Ambassador of Prayas, JC Sindhu Menon, co-host of the day, JSRA chairperson of JCI Cochin, Anu Thankam Matthew, JSRA chairperson of JCI Tripayar, Jis Anthony, LOM presidents of co-host LOMs, and my dear friends. Very warm good evening to you all. First of all, thank you so much for having me over here. I'm so happy to be here because when we launched Prayas 2021 in our zone, this is what we had in our mind. ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുമ്പം ഒരുപാട് എന്താ പറയാ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ കുറെ ഇതിന് ഇപ്പൊ തെറ്റിദ്ധാരണകളോ അങ്ങനെ പല വാക്കുകളും നമുക്ക് പറയാവുന്ന കുറെ സംബന്ധികളിൽ ഇങ്ങനെ കെട്ടുകിടക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടേതായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഈ പ്രൊജക്ട് ഈ വർഷം ഇറക്കുമ്പോൾ സോൺ ഡയറക്ടർ പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ എന്റെയും സോൺ അംബാസിഡർ ആയിട്ട് പ്രയാസിന്റെ വർക്ക് ചെയ്യുന്ന സിന്ധു ചേച്ചിയുടെ അടക്കം എൻറ്റയർ പ്രോഗ്രാം ഏരിയയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നടക്കുന്ന പോലെ പ്രയാസ് എന്നുള്ള രീതിയിൽ നടന്നു പോകാതെ കഴിഞ്ഞ വർഷമൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ നിർമ്മല മാം ഇവിടെ ഉണ്ട്, അത് ഓർത്തുകൊണ്ട് തന്നെ പറയുന്നു. തീർച്ചയായിട്ടും ഈ വർഷവും അതുപോലെ ഒരു മികച്ച പ്രവർത്തനം നടത്തണം, അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് അതിനെക്കാളും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആൻഡ് seeing all this, I think we are in our right path because ഈ ഒരു സ്റ്റിഗ്മ ഒക്കെ ബ്രേക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇന്നത്തെ ഇപ്പം ജെയ്സൽ ചെയർപേഴ്സന്റെ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗിന്റെ അഡ്രസ് കേട്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം കേൾക്കുമ്പോൾ വി മൈറ്റ് ആക്ച്വലി തിങ്ക് അതൊരു ഒരു സിനിമാ കഥ പോലെ, ആക്ച്വലി അതൊരു സിനിമാ കഥയായിട്ട് ഇപ്പൊ റീസെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അത് ഇറ്റ്സ് ട്രൂ, അത് പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ സാക്ഷര കേരളത്തിൽ അത് ഭയങ്കര എത്രത്തോളം അപമാനകരമാണെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈ എഗെയിൻ ഈ സാക്ഷര കേരളത്തിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കണം, അതിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഈ ഒരു ടോപ്പിക്കിന്റെ റെലവൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ തന്നെയല്ല പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ പറഞ്ഞ് ഈ ടോപ്പിക്കിൽ നിന്ന് ആരെയും മാറ്റി നിർത്താറ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രയാസിന്റെ ലോഞ്ച് മുതൽ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരുന്നത്, നമ്മൾ ഈ ടോപ്പിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എസ്പെഷ്യലി സോൺ അംബാസിഡർ ഫോർ പ്രയാസ് അദ്ദേഹമാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും വി ഓൾവേസ് കീപ് ദിസ് പോയിന്റ് ഇൻ അവർ മൈൻഡ്. ഇതുപോലെ ഈ ഒരു ചടങ്ങില് ഒരു പുരുഷനായ എന്നെ തന്നെ മുഖ്യാതിഥിയായിട്ട് ഈ ഒരു ടോപ്പിക്കിന് വിളിച്ചപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളും ആ ഒരു എന്താ പറയാ ആശയത്തോട് തീർച്ചയായിട്ടും യോജിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം സന്തോഷം. അതുകൊണ്ട് തന്നെ ഒരു എല്ലാ വിധത്തിലുള്ള ഐക്യത്തോടും കൂടി ഈ പ്രൊജക്ടിന്റെ ഒരു സമ്പൂർണ്ണ ലക്ഷ്യം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്നിവിടെ സെഷൻ എടുക്കാൻ എത്തിയിരിക്കുന്ന നിർമ്മല മാം, ഓഫ് കോഴ്സ് വി ഓൾ നോ ഹർ, എന്തായിരിക്കും ഇന്നത്തെ സെഷൻ അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ ഏത് ലെവലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ വി ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മികച്ച സെഷനും ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്കൊന്നും അറിയില്ലാത്ത രീതിയിൽ ഇപ്പൊ നമ്മളെയൊക്കെ എൻലൈറ്റൻ ചെയ്യുന്ന രീതിയിലുള്ള നോളജ് നമുക്ക് ഇന്നിവിടെ കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് നിർമ്മല മാം ഫോർ ടുഡേ സെഷൻ. ഇവിടെ ഇതിനു വേണ്ടിയിട്ട് യോജിച്ച് പ്രവർത്തിച്ച കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഒരു സഹായകരമായ ഒരു കാര്യം കൂടിയാണത്. സോ ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് ആസ് വെൽ. 3 ലോമുകൾ കമ്പൈൻ ചെയ്ത് 3 ലോമുകളിലെ ജെയ്സർ ചെയർപേഴ്സൺ കമ്പൈൻ ചെയ്ത് ഇപ്പൊ ജെയ്സിയ വൈറ്റ്ല സാത്വി അവരുടെ ജെയ്സർ വിങ്ങിന്റെ സാത്വിയുടെ നേതൃത്വത്തിൽ 3 ലോമുകളിലെ ജെയ്സർ ചെയർപേഴ്സൺസ് കമ്പൈൻ ചെയ്ത് ഇവിടെ ഈ ഒരു മികച്ച രീതിയിൽ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് ഈ പ്രൊജക്ട് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ റിയലി അപ്രീഷ്യബിൾ. അത് തുടർന്നും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇതിപ്പോ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് മറ്റുള്ള ലോമുകളിലും ഇങ്ങനെയുള്ള എന്താ പറയാ അവയർനെസ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള സെമിനാർസ് നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ് the team of today. Keep motivating, keep doing such programs that change, that create ripples in the society. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭസായാഹ്നവും അതിനേക്കാൾ ശുഭമായ ഒരു സെമിനാർ സെഷനും. ആൻഡ് ടുഡേസ് ടോപ്പിക് ഇസ് ലെറ്റ്സ് ടോക്ക് പീരിയഡ്സ്. അപ്പോൾ യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് പീരിയഡ്സ് ഹാപ്പിലി ആൻഡ് പ്രൗഡ്ലി. ആ ഒരു ആശംസയോട് കൂടി താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir, for your inspirational words. I now invite Jissa Anthony, JSRT Chairperson of JCI Tripura, to introduce the guest of honor. Good evening, all. Let's talk periods on the program. The Chairman, JSRT Chairperson JFM Anaga, Chief Guest JFP Arjun K. Nair, Guest of Honor HGF Srividya Harish, Son 20 Prayas Ambassador JC Sindhu Menon, JC India National Trainer JC Senator Professor Nirmala Parameswaran, and other dignitaries and dear friends. ഗസ്റ്റ് ഓഫ് ഓണറെ ഈ സദസ്സിനെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നേതൃപാടവം അത് ചിലർക്ക് ജന്മസിദ്ധമാണ്. ഈ കഴിവ് നിലനിർത്താനും പരിപോഷിപ്പിക്കാനും ലഭിച്ച അവസരങ്ങളെല്ലാം 100% ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ വ്യക്തിത്വം മുമ്പോട്ട് പോകുന്നു. ഈ വ്യക്തിത്വം ജനിച്ചത് കേരളത്തിലെ കോഴിക്കോടാണ്. അച്ഛന്റെ നാടായ മഞ്ചേരിയിലും മധ്യപ്രദേശിലുമായിട്ടാണ് വളർന്നത്. ജ്ഞാനോദയ വിദ്യാമന്ദിറിലാണ് തന്റെ വിദ്യാലയ ജീവിതം പിന്നിട്ടത്. തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള NSS കോളേജ് മഞ്ചേരിയിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. തുടർന്ന് കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മമ്പാട് MES കോളേജിൽ നിന്നും നേടി. തന്റെ വിവാഹത്തിന് ശേഷമാണ് B.Ed നേടിയത്. ഇപ്പോൾ ഫിനാൻസ് മാനേജ്മെന്റിന്റെ കൺസൾട്ടൻസിയിൽ മാനേജ്മെന്റ് പാർട്ണറായി വർക്ക് ചെയ്യുന്നു. JCI കുടുംബത്തിൽ 2018 JCI ആര്യങ്കാവിൽ അംഗത്വമെടുത്തു. 2019 അവിടുത്തെ JSRED ചെയർപേഴ്സണായി. തുടർന്ന് JSRED മെമ്പേഴ്സിനെ എല്ലാം ഒത്തൊരുമിപ്പിച്ച് നൂതന ആശയങ്ങൾ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കി. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2020 JCI ആര്യങ്കാവിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ വർഷം JCI ആര്യങ്കാവ് ഈ വ്യക്തിത്വത്തിന്റെ നേതൃപാടവത്തിൽ 5 സോൺ അവാർഡുകൾ നേടുകയുണ്ടായി. ആ വർഷത്തെ പ്രസിഡൻഷ്യൽ അക്കാദമിയിലെ സ്റ്റാർ പെർഫോമറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ സ്പീച്ച് ക്രാഫ്റ്റിലെയും ബെസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന നമ്മുടെ താരം ചാർട്ടേഡ് അക്കൗണ്ട് ഇപ്പോൾ കൊച്ചിയിലാണ് നമ്മുടെ ഈ താരം താമസിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട് ഹരീഷ് ആണ് നല്ല പാതി. 2 മക്കളാണ് ഇവർക്കുള്ളത്, വൈശാഖ് നാരായണനും ഭദ്രപ്രിയയും. പ്രിയരെ, ഏറെ സ്നേഹാദരങ്ങളോടെ അതിലേറെ ആഹ്ലാദത്തോടെ നമ്മളിൽ ഒരാളായ സോൺ 20യുടെ JSRED വിംഗ് സോൺ ഡയറക്ടറും ഇന്നത്തെ വിശിഷ്ട അതിഥിയുമായ HGF ശ്രീവിദ്യ ഹരീഷിനെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. സോൺ 20 JSRED വിംഗിന്റെ സ്വന്തം HGF ശ്രീവിദ്യ ഹരീഷ്. Thank you, Jisa Anthony. Now I invite HGF Srividya Harish to speak a few words. Thank you, Jisa, for a wonderful introduction. ഈ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ജിസ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോടുകൂടി സത്യം പറഞ്ഞാൽ ഞാൻ നിറഞ്ഞു. ഇത്രയും വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ ഞാൻ ഇതുവരെ എന്നെ കുറിച്ച് കേട്ടിട്ടില്ല. താങ്ക് യു ജിസ ഫോർ യുവർ എഫേർട്സ്. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ടുഡേസ് ചെയർപേഴ്സൺ അനഘ, co-host Lom, JSRED chairpersons Jisa Anthony and Anu Thangam Matthew, President Deepa Babu, Zone Director Programs Arjun Nair, Zone Ambassador Sindhu Menon, Zone officials and my dear JC family members, and especially today's trainer Nirmala ma'am. Very happy to have a training session because you are the apt person, I think, to take this session. Because I have എന്താ പറയാ, പ്രയാസിനെ കുറിച്ച് ഞാൻ ആദ്യം കേട്ടത് നിർമ്മല മാമിന്റെ ടോക്കാണ്. JCI ഇന്ത്യയുടെ വലിയൊരു പ്രൊജക്റ്റ് ആണ് പ്രയാസ്. പക്ഷെ അതിന്റെ ബേസിക് കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കിയത് നിർമ്മല മാമിലൂടെയാണ്. അതുകൊണ്ട് വൈറ്റ്ല ഇങ്ങനെ ഒരു സെഷൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നി. പിന്നെ സ്പെഷ്യൽ അപ്രീസിയേഷൻസ് പറയാനുള്ളത് പ്രോഗ്രാം ഏരിയയാണ്. അർജുൻജിയും സിന്ധു ചേച്ചിയും ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി എടുത്ത എഫേർട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. JSRED വിങ് 3 ലോംസ് ആണ് നല്ലൊരു സെഷൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. വെരി ഹാപ്പി ടു ഹാവ് സച്ച് എ സെഷൻ. JSRED വിങ്ങിന്റെ ടാലന്റ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരും എടുക്കുന്ന എഫേർട്സും നല്ല രീതിയിലുള്ള പ്രൊജക്ട്സ് ആണ് ഓരോ ചാപ്റ്ററും എടുക്കുന്നത്. അനഘയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് വളരെയധികം വൈബ്രന്റ് ലേഡിയാണ്. നമുക്ക് ഭാവിയിൽ വരാവുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ലേഡി തന്നെ. സോ ബിക്കോസ് ഹർ പ്രോജക്ട്സ് ആർ എന്താ പറയാ, ഒരു വ്യത്യസ്തമായ പ്രോജക്ട്സ് ആണ് എപ്പോഴും ചെയ്യുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട്. JSRED വിങ്ങിന്റെ ഈ വർഷത്തെ ഒരു തീം തന്നെ നമ്മൾ കൂടുതൽ ലേഡി JCSനെ കൊണ്ടുവരിക, അവരെ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരിക, അവരിലുള്ള ടാലൻസ് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ മൾട്ടി ലോം ട്രെയിനിങ്സ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. പല പല ലോംസ് മൾട്ടി ലെവൽ ട്രെയിനിങ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന്, ഈ ഒരു ട്രെയിനിങ്ങിന് എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. JSRED വിങ് ഇനിയും ഉയരത്തിലേക്ക് പോകട്ടെ. വി ആർ ദെയർ ടു സപ്പോർട്ട് യു. ഞാൻ മാത്രമല്ല, എല്ലാ സോൺ ഓഫീഷ്യൽസും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. JSRED വിങ് ഓഫ് സോൺ 20 എന്താ പറയാ, ഒരു വേറൊരു ലെവലിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാ സപ്പോർട്ടും തരാൻ എല്ലാവരും ഉണ്ട്. ഹാപ്പി ടു ഹാവ് യു. താങ്ക് യു. Thank you, ma'am, for your motivational words. For the felicitation, I invite Zone Ambassador of Prayas, JC Sindhu Menon. Thank you. Respected Chairperson of the day, JFM Anagha, co-host JC Anu Thangam and Jisa Anthony,
Chief guest for the day, JFP Arjun K. Nair, guest of honor, Sri Vidya Harish, the trainer for the day, Nirmala ma'am. A warm good evening to all. ഇന്ന് സത്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വരുന്നതിന് വേണ്ടിയിട്ട്. കാര്യം പ്രയാസ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇനോഗ്രേഷൻ വെച്ചു, ബട്ട് വി വാണ്ടഡ് ദിസ് ടു ബി റെപ്ലിക്കേറ്റഡ് ഇൻ എവറി ചാപ്റ്റർ. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു 16 ചാപ്റ്റേഴ്സിൽ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഈ സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും നമുക്കൊരു ഇമ്പാക്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. നേരത്തെ അനക്കയും ബാക്കി എല്ലാവരും സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പ്രയാസ് എന്നുള്ളത് ഒരു വേൾഡ് മെൻസ്ട്രുവേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോഴും നമ്മളുടെ ഇടയിലുള്ള ഈ സോഷ്യൽ സ്റ്റിഗ്മ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മാറ്റാൻ പറ്റിയിട്ടില്ല. ഇത്രയും ഒരു സാക്ഷരതയാണെന്ന് പറഞ്ഞ കാലത്ത് കൂടി നമുക്ക് ഇപ്പോഴും ഇത് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതുള്ളതായിട്ട്. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളത് നാണം ആയിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, ഇതൊരു അസുഖവുമല്ല എന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിന് നമുക്ക് അത് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു പരിപാടിയിൽ വിളിച്ചതിന് വളരെ താങ്ക് യു. ആൻഡ് അനഘ ഹാസ് ബീൻ പാർട്ട് ഓഫ് ലോട്ട് ഓഫ് ഇവന്റ്സ്. ഏത് ഒരു ഇവന്റ് പറഞ്ഞാലും ഉടനെ തന്നെ അതിൽ വളരെ അധികം ഇനീഷ്യേറ്റീവ് എടുത്ത് രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇപ്പൊ പ്രോഗ്രാംസ് ആണെങ്കിലും നമ്മുടെ കോമ്പറ്റീഷൻസ് പറഞ്ഞപ്പോഴാണെങ്കിലും എല്ലാത്തിലും പാർട്ടിസിപ്പേഷൻ വന്നിരുന്നു. സിമിലർലി കൊച്ചിൻ ആൻഡ് ത്രിപുരയാർ 2 സ്ഥലത്തെയും സെഷൻസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതുപോലെ ഓരോന്ന്. സോ വെരി ഹാപ്പി ടു സീ ദിസ് ചേഞ്ച്. ആൻഡ് ഇൻ ഫാക്ട് ലാസ്റ്റ് 2-3 സെഷൻസ് അറ്റൻഡ് ചെയ്തതിൽ we could see the participants also having a lot of questions, being very open. So that was one good point. The younger generation is being open to such things and they are ready for a change എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത് കേട്ട് കഴിഞ്ഞാൽ. So let us not limit this to one single day. Let us celebrate this throughout the year and do something towards the society എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you so much. Thank you for inviting. Over to the chair. Thank you, ma'am. Next, I invite the president of JCA Vaitla, JC Deepa Babu, for felicitation. Thank you, Karina. Respected Chairperson JFM Anagha Shibu and മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ആർത്തവം എന്നത് മടിച്ചു പറയേണ്ട ഒന്നെന്നോ അയിത്തവും അശുദ്ധിയുമുള്ള എന്നൊക്കെയുള്ള പരമ്പരാഗത ചിന്താഗതികളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ഇത് സ്ത്രീകൾക്ക് അനിവാര്യമായ അവരുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന, യൗവനത്തെ നിലനിർത്തുന്ന, അമ്മയാവുന്നതിനുള്ള ഒരു തുടക്കമാകുന്ന ഈ ഒരു ആർത്തവത്തെ നമ്മൾ ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമ്മൾ പ്രയാസ് എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി ഇത്തരം ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ സാധിച്ചതും കൂടാതെ നമ്മൾ ഇത്തരം ദിവസങ്ങളിൽ പാലിക്കേണ്ട വ്യക്തി ശുചിത്വവും ശാരീരിക അവസ്ഥകളും പലതരത്തിലുള്ളതും കടന്നു പോകേണ്ടി വരും. ഈ കാര്യങ്ങളിലും എല്ലാം ഒരു തുറന്ന ചർച്ചയ്ക്കായി ഇന്നത്തെ ഈ വെബിനാറിന് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Let us talk periods. Judges. Thank you, JC Deepa Babu. I welcome JC Krista Cherian to introduce the trainer. Good evening, all. A postgraduate in microbiology from Grand Medical College, Mumbai. She also has a master's in psychology and business administration. She is certified in communication skills from Trinity College, London, and is also a certified national and international trainer of JCI India. She is a retired professor from Holy Grace Engineering and MBA College, Mala, Thrissur, and has her own training institute, NIMS, at Vallabad, and has more than 1,000 trainings under her belt. This winner of the Ravi Puraskar Award for Excellence in Training of JCI India had the good fortune to represent India at the UN in 2014 to speak on the topic elevation of poverty at the global level. She also had the opportunity to conduct a training session for 48 veteran trainers from around the globe at Canada in 2016 on the topic communicative skills, building a foundation. She is the immediate past president of JCI Tripura Zone 20 and Zone Ambassador of Zone 20 for Prayas, creating awareness of menstrual hygiene and women's health 2020. Now, let me introduce before you the gem personality, JCI Senator, Professor Nirmala Parameswaran. Thank you. Thank you, JC Krista Cherian. Now I hand over the floor to our trainer, JCI Senator, Professor Nirmala Parameswaran.
Good evening, everyone. First of all, thank you, Christine, for such a wonderful introduction. Respected Anaga, Chief Guest Arjun, Program Director, Sri Vidya Ma'am, Guest of Honor, Sindhu Menon, co-host Anu and Jissa, also Prini, who's I think over here, I saw her, Benny sir, Jimlet, a lot of people, okay? ഓരോരുത്തരും പേരെടുത്ത് പറയുമ്പോഴേക്കും സമയം കണ്ടമാനം പോകും. So thank you first of all, Anaga, for inviting me for this session. വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ, ഞാൻ 2 months ആയിട്ട് I was in low profile. കാരണം ഒരു ചെറിയ ബ്രെയിൻ സ്ട്രോക്ക് വന്ന കാരണം I was taking rest. അപ്പൊ അനഘ വിളിച്ചു ചോദിച്ചപ്പോ ഒരു മടി ഉണ്ടായിരുന്നു, ട്രെയിനിങ് എടുക്കണോ എടുക്കണ്ടേന്ന്. But I said no, let me jump back to this. അപ്പൊ ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ ഞാൻ പറയണമെങ്കിൽ ലേഡീസ് പീരിയഡ്സ് ഉണ്ടെങ്കിൽ തന്നെ we have to come forward. Okay, so let's talk periods. Arjun sir, I hope I can justify your trust in me to do a good session today. Anyway, thank you. So periods എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ വെരി ഗുഡ് ഫ്രണ്ടും ഇപ്പോഴത്തെ പ്രോഗ്രാം ഡയറക്ടർ ആയിട്ടുള്ള അർജുൻ ജോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കയറിയവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ കൂടെ കളിച്ചിരുന്ന ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം ബാലസഖിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് അവനോട് പറയണ, നാളെ മുതൽക്ക് അവളായിട്ട് അധികം അടുക്കണ്ട, അവള് വലിയ കുട്ടിയായി. I mean, he was confused. ഇന്നലെ വരെ കുഴപ്പമില്ലാണ്ട് ഓടിച്ചാടി നടന്നിരുന്ന പെൺകുട്ടി ഇന്ന് വലിയ കുട്ടി എങ്ങനെയാവണത്? കുറെ നാളെടുത്തു അർജുന് അതിന്റെ ഗുട്ടൻസ് മനസ്സിലാവാൻ. പിന്നെയും കുറെ നാള് എടുത്തു അത് ശരിക്കും എന്താണെന്ന് മനസ്സിലാവാൻ. ഇന്നും കുറെ പേർക്ക് ഇതിനെ പറ്റി ശരിക്കും അറിയുവോ അറിയില്ലേ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ this prayas has been going on for almost a week in many zones. We have medical personalities taking classes. We have got health workers taking classes. Palorum class irukunda, and we know most of the medical terms and medical problems going along with this prayas thing. But let's talk periods. Let's come to the basic. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു കഴിഞ്ഞ് അവർ വലുതാവുമ്പോൾ 10 വയസ്സ് മുതൽക്ക് 20 വയസ്സിൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും മാറ്റങ്ങൾ വരുന്നു. ആക്സിലറി ഹെയർ വലുതാവുന്നു, കക്ഷത്തും പ്രൈവറ്റ് പാർട്സിലും ഒക്കെ ഹെയർ വലുതാവുന്നു. ആൺകുട്ടികൾക്ക് ചെസ്റ്റിൽ രോമം വരുന്നു, പെൺകുട്ടികൾക്ക് ചെസ്റ്റിലില്ല. പക്ഷെ പെൺകുട്ടികൾക്ക് ബ്രസ്റ്റ് ഒന്ന് പതുക്കനെ വലുതാവുന്നുണ്ട്, വിച്ച് ഇസ് ലിറ്റിൽ എംബാരസിങ് ഫോർ സം ഗേൾസ്. അപ്പൊ അവർ കുനിഞ്ഞു നടക്കും, അത് അല്ലെങ്കിൽ ക്ലോത്ത്സ് കുറച്ച് കൂടുതലിടും അത് കാണാണ്ടിരിക്കാൻ. ചില പെൺകുട്ടികൾക്ക് ദേ റിയലൈസ് വെരി ഏർലി ദാറ്റ് ദേ ക്യാൻ അട്രാക്ട് ദി ഓപ്പോസിറ്റ് സെക്സ് വിത്ത് ദെയർ ബോഡി. അപ്പോൾ they are happy that the breast is being enlarged. And there are very many things regarding breasts also. ആൺകുട്ടികൾക്ക് ഫേഷ്യൽ ഹെയർ വരുന്നു, താടി മീശയും ഒക്കെ വരുന്നു. Maybe they have wet dreams, which is a little bit embarrassing for them. But പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഫേഷ്യൽ ഹെയർ ഓഫ് വെറ്റ് ഡ്രീംസ് അല്ല ഉണ്ടാവുന്നത്. വൺ ഫൈൻ മോർണിംഗ് അവർക്ക് പീരിയഡ്സ് ഉണ്ടാവുന്നു. അവർ പെട്ടെന്ന് ബാത്റൂമിൽ പോകുമ്പോൾ they find themselves all wet and they find blood on their undergarments. പ്രിപ്പയർഡ് അല്ലാത്ത പെൺകുട്ടികൾ പേടിക്കുന്നു, അവർക്ക് എവിടെയെങ്കിലും അവർക്ക് മുറിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ കവറപ്പ് ചെയ്യാൻ നോക്കും. ആദ്യത്തെ ദിവസം കുറച്ച് ബ്ലീഡിങ് കുറവാണ്, കവറപ്പ് ചെയ്യുമ്പോൾ they change their undergarments. രണ്ടാമത്തെ ദിവസം ബ്ലീഡിങ് കൂടും, അപ്പോഴാണ് ഭയം കൂടണത്. And they will go to their mother and they will tell her. If the mother is smart, she can prepare her well. ചില അമ്മമാർ പറയും ഇത് സാധാരണയാണ്, കുഴപ്പമില്ല, അങ്ങനെയാണ്. ബട്ട് പീരിയഡ്സ് ഉണ്ടാവുന്നതിന് മുമ്പ് അവൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നുണ്ട്, അവൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വെൻ ഷി ഗെറ്റ്സ് ടു നോ അബൌട്ട് ഇറ്റ്, പിന്നെ നെക്സ്റ്റ് ഫീലിംഗ് വരുന്നത് എന്താ, നാശം, ഞാനൊരു പെണ്ണായിട്ട് ജനിച്ചത്, ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, എല്ലാ മാസവും ഇത് വരുന്നുണ്ടല്ലോ, അങ്ങനെ. ബട്ട് ലെറ്റ് us take it what exactly it is. ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെ നമ്മൾ നേരത്തെ പെൺകുട്ടിയോടും ആൺകുട്ടികളോടും ആയിട്ട് ഇരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ലെറ്റ്സ് ടോക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത്.
ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ നേച്ചർ പ്രൊവൈഡ്സ് ഇനഫ് എഗ്സ് ഓർ ഓവം ഫോർ ഹെർ ടു കണ്ടിന്യൂ വാട്ട് വി കോൾ ആസ് പ്രക്രിയയാണ്. അത് വംശനാശം ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, റീപ്രൊഡക്ഷന് വേണ്ടി അവളുടെ ബോഡിയിൽ ഓവം അല്ലെങ്കിൽ എഗ്സ് ദൈവം ഇഷ്ടം പോലെ കൊടുക്കും. അത് മെച്യൂരിറ്റി 10 or 12 years ആവുമ്പോഴാണ് അത് കം ഔട്ട് ചെയ്യണത്. ആൺകുട്ടികൾക്ക് സ്പേംസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ ഗാമെറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഈ ഒരു സ്പേമും ഈ ഒരു ഓവും കൂടി ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഉണ്ണിവാവ ജനിക്കണത്. അതിനു വേണ്ടി ഒരു മെയിലും ഫീമെയിലും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരണം. നമുക്കറിയാം attraction to the opposite sex is inborn. അതൊരു തെറ്റല്ല, ഇറ്റ് ഈസ് ഇൻബോൺ. ഏത് പ്രായത്തിലും വി ഫീൽ അട്രാക്റ്റഡ് ടു ദി ഓപ്പോസിറ്റ് സെക്സ്. ഒരു നല്ലൊരു ആൺകുട്ടിയെ കണ്ട ഏതൊരു പെൺകുട്ടിയും നോക്കിപ്പോ. ജോക്സ് മുഴുവൻ ആണുകൾ എത്ര പ്രായമായാലും ഒരു അവർ ഗ്ലാസ് ഫിഗറിൽ ഒരു പെൺകുട്ടിയെ കണ്ട് അല്ലെങ്കിൽ ഒരു സെക്സ് ബോംബിനെ കണ്ട അവരിങ്ങനെ നോക്കണം. ആൻഡ് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ഫൈറ്റ്സ് അറ്റ് ഹോം ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഓക്കെ, so attraction to the opposite sex is normal. അത് between 10 years in the adolescent age ഇത്തിരി കൂടി പോകും. ആ സമയത്താണ് പെൺകുട്ടികൾക്ക് ചിലപ്പോ ഏത് മരക്കോന്തനെയും കണ്ടാലും പ്രേമിക്കാൻ തോന്നുന്നത്. ഓക്കെ, ബട്ട് if she is prepared and if her mother advises her, or mother ഇല്ലെങ്കിൽ ഒരു mentor gives her a good mentoring, she will realize that is not the period to fall into attachment, because she has been chosen by nature to produce another human being, and that is a big responsibility which I don't think any man can claim to. നമുക്ക് ലേഡീസിനെ അത് പറ്റുള്ളൂ. ആൻഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. അത് ആണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസം തോന്നിക്കില്ല. അപ്പൊ ഈ ചെറിയ എഗ് ഒരു 10, ഇപ്പൊ നേരത്തെ 10ഉം ചിലപ്പോ 9ഉം 8ഉം ഒക്കെ വരുന്നുണ്ട്. അത് ആ 20 ദിവസം റിലീസ് ചെയ്തിട്ട് ഇറ്റ് കംസ് ഡൗൺ ഇൻ ടു ദ ഓർഗൻ കോൾഡ് ദ യൂട്രസ്. ആ യൂട്രസില് ഈ ഒരു ചെറിയ ബീജം, ബിക്കോസ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്, അടുത്ത ജന്മം കൊടുക്കേണ്ട ഒരു എഗ്ഗാണ്. അപ്പൊ പ്രകൃതി ആ യൂട്രസിന്റെ ഉള്ളില് എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ദ എൻഡോ മീൻസ് ഇൻസൈഡ്, മെട്രിയം മീൻസ് ദ ലൈനിങ്. അപ്പൊ അവിടെ നല്ലൊരു കിടക്ക, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടക്കയാണ് പ്രകൃതി ഉണ്ടാക്കുന്നത്. ഈ എഗ്ഗ് താഴ്ത്തു വന്നിട്ട് ആ എഗ്ഗ് ബെഡ്മില് ഇങ്ങനെ പിടിച്ചിരിക്കും. എന്തിനാണ് പിടിച്ചിരിക്കണേ? അത് ആവേശത്തിൽ കാത്തിരിക്കുന്ന ഒരു സ്പേം വന്നിട്ട് എന്നെ ഫെർട്ടിലൈസ് ചെയ്യൂ, ഒരു സ്പേം വന്നിട്ട് എന്നെ ഫെർട്ടിലൈസ് ചെയ്യൂ. പക്ഷെ നാച്ചുറലി ആ സമയത്ത് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയാലും നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഇടപെടാത്ത കാലം നമുക്ക് അത് ഫെർട്ടിലൈസ് ആവില്ല. പിന്നെ 28 ദിവസം കഴിയുമ്പോൾ നെക്സ്റ്റ് എഗ് വരുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് എഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ എഗ്ഗും ഈ എൻഡോമെട്രിയമും പോണം. ഈ എഗ്ഗ് വെറുതെ അങ്ങോട്ട് ഫ്ലഷ് ചെയ്ത് പോവില്ല. പ്രകൃതിയിലെല്ലാം പതുക്കനെയാണ്. അപ്പൊ ഈ എഗ്ഗും അതിൽ വെച്ചക്കണ കിടക്കുകയും എല്ലാം, ബിക്കോസ് ഈ എഗ് ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്. അപ്പൊ ഓരോ തവണ എഗ് വരുമ്പോൾ പ്രകൃതി ഒരു പുതിയ കിടക്കയാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഈ പഴയ കിടക്ക് പോണം. ആ പഴയത് പോണെങ്കിൽ വെറുതെ പൈപ്പ് തുറന്നെടുക്കണ പോലെ അത് പോവില്ല. ഇറ്റ് ഹാസ് ടു ഗോ സ്ലോലി. ആൻഡ് ഒരു ചെറിയ പെൺകുട്ടി ആവുമ്പോൾ her vaginal opening is very small. ആ vaginal opening കൂടെ പോവുള്ളൂ ഈ സാധനം. അത് പോണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഫ്ലഷ്ഡ് ഔട്ട് ബൈ സ്പാസിംസ്. ഇങ്ങനെ ഞെക്കി 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 ആ യൂട്രസ് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം അത് പുറത്തേക്ക് പോകാൻ. ആ പുറത്ത് പോണതാണ് ബ്ലഡ്. അപ്പൊ കുറച്ച് കട്ട ഉണ്ടാവും, കുറച്ച് നമുക്ക് പേടിയാവും മാംസത്തുണ്ടാണോ എന്നും. ബട്ട് ഇറ്റ്സ് നോട്ട്, ഇറ്റ്സ് മ്യൂക്കസ്. ആ മ്യൂക്കസ് ലൈനിങ് ഒക്കെയാണ് കൂടെ പോണത്. അപ്പൊ ഫസ്റ്റ് ഡേ ഇത്തിരി സ്പോട്ടിങ്ങോ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഒരു ഇത്തിരി ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഫ്ലഷ്ഡ് ഔട്ട്, പ്രിപ്പയറിംഗ് ദ ബോഡി ഫോർ ദ കമ്മിങ് ഓഫ് ദ നെക്സ്റ്റ് എഗ്.
ആ ഫ്ലഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഈ സ്പാസ്മിസ് വരുമ്പോഴാണ് കുട്ടികൾക്ക് വയറുവേദനയും മറ്റതും വരുന്നത്. ബട്ട് ഇഫ് യു റിയലൈസ് വൈ ഇറ്റ് ഇസ്, then you will never grumble about it. അതൊരു സാധാരണ നോർമൽ എന്ന് വിചാരിച്ച് പോയാൽ മൈൻഡിനൊരു പ്ലാസിബോ എഫക്റ്റ് ഉണ്ട്. ആ പെയിൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാസിബോ എഫക്റ്റ് ആയിട്ട് വി ക്യാൻ ഓവർകം ദാറ്റ് പെയിൻ. ഓഫ് കോഴ്സ് ചൂടുവെള്ളം പിടിക്കുക, ചൂടുവെള്ളം കുടിക്കുക, അതൊക്കെ ഉണ്ട്, ഹോം ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇഫ് ഇറ്റ്സ് റിയലി ബാഡ് യു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ, ബട്ട് നോർമലി ഇറ്റ് ഗോസ് ദാറ്റ് വേ. അപ്പൊ ഈ പീരിയഡ്സ് എന്ന് പറയുന്ന സാധനം ഇത് അങ്ങോട്ട് പോണതാണ്. ഓരോ തവണ ഈ എഗ്ഗ് വന്ന് ആ എഗ്ഗ് പോകുമ്പോഴാണ് നമുക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു 24 വയസ്സാകുമ്പോൾ വെൻ ഷീ ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി മെച്ചുവേർഡ്, അവൾക്ക് സൂട്ടബിൾ കമ്പാറ്റബിൾ ആയിട്ട് ഒരു പാർട്ട്ണറിനെ കിട്ടുമ്പോൾ അവള് ഷീ വിൽ ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ് and she will see that she has a baby, or she will get that sperm to fertilize the egg. ഇന്നിപ്പോ നിങ്ങളും ഞാനും ഒക്കെ ഇരിക്കുന്നത് because of one sperm and one egg. ഈ സ്പേമിന് ഭയങ്കര സ്പീഡിൽ പോവാൻ പറ്റും through the vaginal fluid, but only one under normal circumstances ഒരൊറ്റ സ്പേമിനെ ഒരു എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. And that one sperm has outrun all the other sperms to fertilize that particular egg. അതുകൊണ്ട് ആ egg is so precious. അപ്പോൾ if we want a good sperm to fertilize a good egg, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ ബോഡി വളരെ കെയർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ, ബിക്കോസ് ഇറ്റ് ഇസ് എ ടെമ്പിൾ ഫോർ, ഇറ്റ് ഇസ് എ ഹോം ഫോർ ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഹ്യൂമൻ ബീയിങ്, which is a big responsibility on us. Appa, we choose not any sperm. We choose a good man who's healthy and who will have good sperms, so the child that you produce will be healthy and good, will be mentally and physically good, will be a benefit to society, will be something great. Our responsibility is there in every girl child that is born. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രയാസം നമ്മൾ അത്രയ്ക്ക് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അവയർനെസ് കൊടുക്കേണ്ടത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കേണ്ടത്. ബിക്കോസ് ദ മെൻ ഷുഡ് റിയലൈസ് ഈ ഇങ്ങനത്തെ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ പാഡ് വെക്കാൻ കുട്ടികൾ, ഓഫ്കോഴ്സ് ഇൻ ദ മാർക്കറ്റ് ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് പാഡ്സ്, ബിക്കോസ് പ്രയാസം വെച്ച് പാഡ്സ് വെച്ച് പറയുമ്പോൾ 9 എന്നൊരു കമ്പനിയാണ് കുറെ പാഡ്സ് വെച്ചിട്ട്, when I was the ambassador we had a lot. Fazila ma'am was one of the ambassadors. അപ്പോൾ കുറേ പാഡ്സ് കിട്ടി. വി വെൻ ടു റൂറൽ ഏരിയസ് ടു ഗിവ് ഇറ്റ്. ഈ പാഡ്സ് വെച്ചിട്ട് അതിന് ബ്ലഡ് വന്നിട്ട് പാവം ആ കൊച്ചു കുട്ടി 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടി കാലത്തൊട്ട് വൈകുന്നേരം വെക്കണം, ഇടയിൽ മാറ്റണം. അതിന്റെ പണ്ടത്തെ സ്റ്റിഗ്മയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ക്ലാസ് കേൾക്കണവർക്ക് സ്റ്റിഗ്മ തോന്നിക്കില്ല. അത് വെക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, പ്രയാസങ്ങൾ. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് ഈസി. ഒരു ആണിനും അതുപോലെ നടക്കാൻ പറ്റില്ല. യു ഗെറ്റ് എ മാൻ ടു ടേക്ക് സം പാഡ് വിത്ത് സം ബ്ലഡ്, കീപ് ഇറ്റ് അണ്ടർ ഹിസ് അണ്ടർഗാർമെന്റ് and walk around for 2 hours. I promise you he won't be able to do it for even 5 minutes. അറപ്പും ചെറുപ്പും വിഷമവും ഒക്കെ ഉണ്ടാവും. ആ സ്ഥിതിയിൽ പെണ്ണുങ്ങള് അത് ചെയ്യുമ്പോൾ we must salute them. We should give them top priority on those days. അപ്പൊ ഈ പാഡ്സ് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യണം. we should be very clean. How to manage your pads. I remember when we went to rural areas to distribute pads, I was shocked. നമ്മുടെ ഈ ഏരിയയിൽ തന്നെ ladies were using വൈക്കോല് യൂസ് ചെയ്യണം. I mean, I couldn't believe it. മനസ്സിലായോ? We are lucky that we have had an exposure. In fact, സാലു മുഹമ്മദ് സാറിനോട് ഞാൻ പറഞ്ഞു, ഈ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യണതും we are not reaching the local people, the rural people who needs awareness. We are educating only the people who already know this. But the best thing is, ഇതില് നമ്മൾ പറയുമ്പോൾ, ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ, ഇവിടെ ഈ ക്ലാസ്സിന് ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇത് കേട്ടിട്ട് നമ്മൾ അത് കണ്ടിന്യൂവേഷൻ കൊടുക്കണം. We have to do it for other people.
The first and foremost is ഈ പാഡ് മാറ്റുമ്പോൾ every 3 hours അത്രയ്ക്കും വൃത്തികേടാവാൻ വേണ്ടി കാത്തിരിക്കരുത്. We should not let it soak and absorb into the body. കാരണം നമ്മുടെ വജൈനെ കൂടെ ഇൻഫെക്ഷൻ വന്നിട്ട് it could go to the uterus. സാധാരണ ലേഡീസ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ we are the last to disclose it. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഏറ്റവും അവസാനേ പോവുള്ളൂ. ഒരു കുട്ടിക്ക് വയ്യായ വന്നു, ഭർത്താവിന് വയ്യായ വന്നു, അച്ഛന് വയ്യായ വന്നു, അമ്മയ്ക്ക് വയ്യായ വന്നു, നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ധൃതി പിടിച്ചു പോകും. നമുക്ക് എന്തെങ്കിലും വന്നാൽ പോട്ടെ നാളെ നോക്കാം, പോട്ടെ നാളെ നോക്കാം. നോ, യു ആർ ദ ബിഗ്ഗസ്റ്റ് പ്രയോറിറ്റി ഇൻ ലൈഫ്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ നമുക്ക് കൊടുക്കണം, എസ്പെഷ്യലി ലേഡീസ്. ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മുടെ പ്രൈവറ്റ് പാർട്സിന് കൊടുക്കണം. പെൺകുട്ടികൾ വലുതായി വരുമ്പോൾ തന്നെ അവർ കുളിക്കുമ്പോൾ അവരുടെ പ്രൈവറ്റ് പാർട്സ് എങ്ങനെയാ കഴുകണ്ടേന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ബ്രസ്റ്റ് എങ്ങനെയാ കഴുകണ്ടേന്ന് പറയണം. നിപ്പിൾ പതുക്കനെ വലിച്ചിട്ട് അത് വൃത്തിയായിട്ട് കഴുകാൻ പഠിപ്പിച്ചു കൊടുക്കണം. ബിക്കോസ് ഇറ്റ് ഓൾ റിഫ്ലെക്ട്സ് ലേറ്റർ. Because your breast is what is going to feed the young baby. അത് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. When you grow older and when that mature ovum is fertilized by the sperm of the partner you love and you're carrying that baby for 9 months, അപ്പോഴും ഈ ബേബി ആ വരുന്നത് ആ എഗ് ഇരിക്കണോടത്ത് തന്നെയാണ്, ആ എൻഡോമെട്രത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ആ ഒരു സൈഗോട്ട്, ഒരു ഓവൻ സ്പേം ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അത് രണ്ടായിട്ട് സൈഗോട്ട് ആവുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഒരു കൊച്ചു ഉണ്ണിവാവയാവണത്. ആ ഉണ്ണിവാവ പുറത്തേക്ക് വരുമ്പോൾ വജൈനൽ ഓപ്പണിംഗെ കൂടെ തന്നെയാണ് വരുന്നത്. ലൈക്ക് യുവർ പീരിയഡ്സ് വരുന്ന പോലെ തന്നെയാണ് വരുന്നത് അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസസ്. അത് വരുമ്പോൾ മദർ ഇസ് അണ്ടർഗോയിങ് എ ലോട്ട് ഓഫ് പെയിൻ. ഒരു വിരലൊടിയണേന്റെ വേദന പോലെ ഒരു 40, 50, 1000 എല്ലുകൾ ഒടിയണ വേദനയാണ് ലേബർ പെയിൻ വരുന്നത്. ബട്ട് ഉണ്ണിവാവ വന്നു കഴിഞ്ഞാൽ ഷീ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്, എ പ്രഷ്യസ് ഗിഫ്റ്റ്. ആ ഒരു ഉണ്ണിവാവ നോർമൽ ഹെൽത്തി ഉണ്ണിവാവയാണെങ്കിൽ വാട്ട് മോർ ബ്ലെസ്സിങ് ഡു യു വാണ്ട് ഇൻ ലൈഫ്? യു ആർ എ കംപ്ലീറ്റ് വുമൻ ദെൻ. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ പീരിയഡ്സ് വരുന്നത്. അപ്പൊ ഈ when your daughter matures and gets her first period, you should be able to shout and on the rooftops and say, hey, my daughter is mature. ആ സമയത്ത് നമ്മുടെ പേരൻസിനൊക്കെ ഒരു വേവലാതി, അയ്യോ ഇവളിനി വല്ലവരുടെയും അടുത്ത് പോയിട്ട് വല്ല നാണക്കേടാക്കും, വല്ല സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയിട്ട് will she have a baby at home? No. If you can advise her, if you can tell her properly, she will realize she must get a partner who is much better, so that the genetic carryover for that little egg that is coming will be much more than what she or her partner has. നമ്മൾ ഓരോ തലമുറ കേറി വരണം. നമ്മൾ ഉള്ളേക്കാളും കൂടുതൽ ബെറ്റർ ആക്കണം നമ്മൾ സൊസൈറ്റി. ദാറ്റ് ഈസ് ദ മെയിൻ തിങ് വിച്ച് we JCI people are doing. We have to improvise society. നമ്മുടെ അറിവ് പകർന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റി മെച്ചമായിട്ട് ഈ ഒരു വില്ലേജ് വ്യത്യാസവും, ഈ ഒരു ടൗൺ വ്യത്യാസവും, ഈ ഒരു സ്റ്റേറ്റ് വ്യത്യാസവും, ഈ ഒരു കൺട്രി വ്യത്യാസവും, the world will change. That is what we need. And for that the JSRT wing has to go. ഇത് നാണക്കേടാവണ്ട. Because boys must know. ഈ പിള്ളേർക്ക്, പെൺകുട്ടികൾക്ക്, I remember when I was in school, boys ഒക്കെ അടുത്തുണ്ടെങ്കിൽ what we used to say, അയ്യോ എൻ്റെ ആന്റി വന്നിട്ടുണ്ട് താമസിക്കാൻ, ആന്റി വന്നിട്ട് പീരിയഡ്സ് വന്നിട്ടുണ്ട്. We were ashamed to talk about periods, you know, and there were girls who missed school. Luckily my mother wouldn't let me miss school. I mean, she said you do all your nakra at home, but you have to go to school. അവിടുത്തെ സിസ്റ്റേഴ്സ്, ഐ വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ എ കോൺവെന്റ് സ്കൂൾ. അപ്പൊ സിസ്റ്റേഴ്സ് പറയും പീരിയഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ വേദന വെച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വേദന കൂടുകയുള്ളൂ. യു ഗെറ്റ് യുവർ സെൽഫ് ഇൻവോൾവ്. നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിനിന് ഒരു പ്ലാസിബോ എഫക്റ്റ് ഉണ്ട്, ഒരു ന്യൂറൽ പാത്വേ ഉണ്ട്. ആ ന്യൂറൽ പാത്വേയിൽ നമുക്ക് അറിയാം
No, this is not possible. This will go. This has to be tolerated. I have to tolerate so much more. Believe me, ladies can tolerate more than men. Men are physically strong. But you take a lady, she is strong. You go down to the villages, and they are healthy. They are much healthier than us. Because അവർക്ക് ഡിപ്പെൻഡൻസ് ഇല്ല. നമുക്ക് ഡിപ്പെൻഡൻസ്, നമ്മൾ എത്രയോ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണോ അത്രയും വയ്യായ നമുക്ക് കൂടെയുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ബോഡിയാണ്, നമുക്ക് വരുന്നതാണ്. അത് പ്രയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം വേർഷനല്ല പ്രയാസ് എന്ന് പറയുന്നത്, ബുദ്ധിമുട്ട് എന്നുള്ളതല്ല. ഇറ്റ് ഈസ് സന്തോഷമുള്ള കാര്യമാണ്. ഈ മാസം എനിക്ക് പീരിയഡ്സ് വന്നില്ലേ, അപ്പൊ വേവലാതി പിടിക്കണം. അതെന്ത് പറ്റി, എൻ്റെ എഗ് എവിടെ പോയി, എനിക്കിന്ന് പീരിയഡ്സ് വന്നില്ലല്ലോ. But if you're having regular periods every 28 days, you're healthy. You're great. Our second day, third day bleeding one, it's over with. You change your pads. Our pads are going to dispose here. അത് പേപ്പറിൽ പൊതിഞ്ഞ് ഏതെങ്കിലും ഒരു ബിന്നിലിട്ട് അല്ലെങ്കിൽ എല്ലാം എടുത്തിട്ട് ഒരു ഭാഗത്ത് വെച്ച് അവസാനം കത്തിച്ച് കളയാം. But you shouldn't be putting in the closet and flushing it. Because എനിക്കറിയാം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഈ വലിയ വലിയ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ അവർ ഈസി വേ ഔട്ടായിട്ട് ക്ലോസറ്റിൽ കൊണ്ടിടും. ആ പാവം ചേച്ചിമാർ കൈയിട്ടിട്ട് എടുത്തിട്ട് വേണം അതൊക്കെ കളയാൻ. Why would you want others to do your dirty work? അപ്പോൾ be conscious, be an active citizen, be conscious and let's behave in society as somebody great, that we are humans. അപ്പൊ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു, പീരിയഡ്സ് വന്നു, നമുക്ക് ആ ഫെർട്ടിലൈസേഷൻ പീരീഡ് വന്നു, നമുക്ക് ഒരു 10-24 വയസ്സിൽ നമ്മളൊരു സൂട്ടബിൾ പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ എഗ് ഫെർട്ടിലൈസ് ചെയ്ത് നമുക്ക് അതിലൊരു ഉണ്ണിവാവ വന്നു. ആ ഉണ്ണിവാവ വളർന്നു വരുന്നു. ബൈ 40-45 വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസേഷൻ പീരീഡ് കഴിഞ്ഞ് നമുക്ക് ഇനി റീപ്രൊഡ്യൂസ് ചെയ്യണ്ട, നമുക്ക് 10-15 മക്കൾ വേണ്ടല്ലോ. നമ്മൾ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് കഴിയുമ്പോൾ പ്രകൃതി തന്നെ അത് നമുക്ക് നിർത്തി തരും. പ്രകൃതി തന്നെ ഇനി എഗ്സ് ഇല്ല, തീർന്നു, ഇനി എഗ്സ് വരില്ല. ഇറ്റ് ഈസ് എ ബിഗ് റിലീഫ്. കാരണം നമുക്കിനി പാഡ്സ് വാങ്ങിക്കേണ്ട, നമുക്ക് ദിവസവും പോയി എല്ലാ മാസവും അയ്യോ പ്രിപ്പയർ ചെയ്ത് നിൽക്കണ്ട. അപ്പൊ ഫോർ മെനോപോസ് ചിലർ പറയും അയ്യോ എനിക്ക് ഭയങ്കര പാടാണ്, അതാണ് ഇതാണ്. ജസ്റ്റ് ലൈക്ക് പീരിയഡ്സ്, ഇഫ് യു ലെറ്റ് യുവർ മൈൻഡ് ഓവർകം യു, ദെൻ അത് പ്രയാസമുള്ള സമയമാണ്. ഭയങ്കര ബ്ലീഡിങ് ആയി, ഭയങ്കര വേദനയായി, കാല് കഴപ്പ്, കൈ കഴപ്പ്, വയ്യായ. നോ, നമുക്ക് അത് പ്രശ്നം ഇല്ല എന്ന് വെച്ച് നമ്മൾ ഡീപ്ലി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മെനോപോസ് ക്ലീൻ ആയിട്ട് പൊക്കോളും, ഒരു പ്രശ്നവും ഇല്ലാണ്ട് അത് പോകും. ഐ എം ടോക്കിംഗ് ഇൻ നോർമൽ കേസസ്, നമുക്കൊരു വയ്യായ വരുന്നത് പോലെയല്ല. ചെറുപ്പത്തിലാവുമ്പോൾ ഒരു 10 വയസ്സ് അഡോളസെന്റ് ആവുമ്പോഴേക്കും നമുക്ക് ഈ ഹോർമോൺസ് വരുമ്പോൾ മുഖം ഒരു തിളക്കുണ്ടാവും, ആ പെൺകുട്ടിക്ക് ഒരു ഭംഗി ഉണ്ടാവും, ആ പെൺകുട്ടി ഒരു ഓടിക്കോൾ ബ്രസ്റ്റ് ഒക്കെ ഇത്തിരി വലുതാവും, അവളുടെ അരക്കെട്ടൊന്ന് ചെറുതാവും, ഓടിക്കോൾ 36, 28, 34 ഒരു അവർ ഗ്ലാസ് ഫിഗർ ആവാൻ വേണ്ടി. അത് ഒക്കെ ആകർഷണ ശക്തിക്കാണ്. ഇറ്റ്സ് ഓൺലി ടു അട്രാക്ട് ദി ഓപ്പോസിറ്റ് സെക്സ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ വി ആർ ഓൾ ഹെൽത്തി ആ പീരീഡിൽ. സോ യു ലുക്ക് ആഫ്റ്റർ യുവർ ബോഡി, ഈറ്റ് ഹെൽത്തി, ലിവ് ഹെൽത്തി. ഒരു 40 വയസ്സ് വരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ യുവർ ബോഡി വിൽ ലുക്ക് ആഫ്റ്റർ യു. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഇത്തിരി വയ്യായ വന്നു, ഐ എം ബാക്ക് ടു നോർമൽ. ആക്റ്റീവായിട്ട് ജീവിച്ച കാരണമാണ്, ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ ടു കം ബാക്ക് ടു നോർമൽ ഓൾസോ. ബട്ട് ഐ വാസ് ഷുവർ ഐ വിൽ നോട്ട് ബി പുട്ട് ഡൗൺ വിത്ത് ഇറ്റ്. ആൻഡ് യു ഗോ ഓൺ 40-45 ആവുമ്പോൾ നമ്മുടെ ആ ഫേസിന്റെ തിളക്കം കുറയും, റിങ്കിൾസ് വരും. ദാറ്റ് ഈസ് ഓക്കെ. റിങ്കിൾസ് ഒക്കെ വന്നാലും സാരില്ല. The beauty of a lady is the charisma that comes out of you, not in your physical beauty. Physical beauty will go whether you're a boy or a girl. It's immaterial. നമ്മൾ എന്ത് തന്നെ ചെയ്താലും, you see these joggers running early morning so that they can expand their lifespan by another 10 years. പക്ഷെ ഓണസ്റ്റ്ലി നമ്മൾ ജനിക്കുമ്പോൾ ഇവിടെ ഒരു വര വെച്ചക്കണ, ആ സമയം വരുമ്പോൾ നമ്മൾ പോവും. സോ ലിവ് ഹെൽത്തി എവറി ഡേ.
നമുക്ക് മെനപ്പോസ് കഴിയുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ഒക്കെ കുറയും, നമുക്ക് ഒരു കൂടുതൽ ഫ്രീഡം കിട്ടിയ പോലെയാണ്. ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്. യു ക്യാൻ റൺ അറൌണ്ട്, യു ക്യാൻ ഗോ അറൌണ്ട്, ഡു വാട്ട് എവർ യു വാണ്ട് വിത്തൗട്ട് അതർ ഹാസൽസ്. ആ മെനപ്പോസ് വന്നു കഴിഞ്ഞാൽ you should be in a position to be educating other young girls that, hey, look here, I've come through all this. This is nothing. Just be proud of your life. You are the female, because every person, every man wants a woman. When he wants peace, he will go to Shanti. If he wants anger, he will go to Kali. If he wants any what you call money, he will go to the goddess of wealth. He wants education, he will go to Saraswati. Wealth, he wants to Lakshmi. Okay, now he wants lust, he will go to Kamadevan. But he wants love, he will go to what you call Prema, right? And he wants good sleep in the night, he will go to Nisha. So a man cannot live without a woman. We women have a one up on men. So you can be proud that you were born as a girl. Never ever think, wish I was a boy. No. You are a female and you have to be the best wherever you are. You cannot say you are bad, because the hand that rocks the cradle will rule the world. You are the person who's going to give life. You are the person who's going to procreate. Adil prayasam enduta? No. Immaterial where your children are, what your children are later on in life, but you have created those human beings. Who will create other human beings? They say, ലോകത്തിലെ 50% ലേഡീസ് ആണ്, ബാക്കി 50% ലേഡീസ് കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ലേഡീസ് ഇല്ലെങ്കിൽ ഉണിവാവുകൾ ഉണ്ടാവുമോ? ഐ എം നോട്ട് ബിലേറ്റഡ്ലിങ് മെൻ. മെൻ ഓഫ് കോഴ്സ് വി ഗെറ്റ് ദാറ്റ് സ്പേം. അവർ ആ സ്പേം ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല. ആ സ്പേമിന് വേണ്ടി നമ്മൾ കൊതിച്ചിരിക്കും. എവറി മന്ത് ദാറ്റ് ഓവം ഇസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ലിറ്റിൽ സ്പേം. വി നീഡ് ഇറ്റ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് സ്പേം ഇസ് അവൈലബിൾ, then 9 മാസം ആർക്കാണ് ഉത്തരവാദിത്വം? പെൺകുട്ടിക്കാണ് ഉത്തരവാദിത്വം. ആ പെൺകുട്ടി ആ നമ്മുടെ ചെറുപ്പം മുതൽക്ക് യൂട്രസും വജൈനയും പ്രൈവറ്റ് പാർട്സ് ഒക്കെ വൃത്തിയും വെടുപ്പിലും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ വിൽ ബി ഹെൽത്തി ഇൻസൈഡ്. മറ്റത് എന്നും അവിടെ ഇൻഫെക്ഷൻ വന്നു, വെള്ളം അധികം കുടിക്കാണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു, ഇതൊക്കെ നമ്മുടെ യൂട്രസിനെ ബാധിക്കുന്നതാണ്. അത് പിന്നീടാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. ബിക്കോസ് ദ ചൈൽഡ് ദാറ്റ് ഈസ് ബോൺ ഔട്ട് ഓഫ് യു will have its own problems. അതില്ലാണ്ടിരിക്കാൻ you have to be smart about your private parts. You cannot say, നമ്മൾ പുറത്തിടുന്ന വേഷം ഇത്തിരി വൃത്തികേടായാലും കുഴപ്പമില്ല, നമ്മൾ പുതിയ ന്യൂ ഫാഡ് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതും നമുക്ക് നിർബന്ധമല്ല. ബട്ട് അടിയിലിടുന്ന വസ്ത്രം, whether it is your bra or whether it is your underwear, use cotton in our Indian climate and make sure that you change that morning and evening. In the night when you go to bed, see that you don't wear the bra, because you shouldn't have constricted garments on your body. Your body has to build up. Kochu pengutolu, they have to build up. Valdavumbo their breast have to enlarge. Adu ketti pootti vechittu amarthi vechittu valdavan sammadikkunnu vekkunnathu ശരിയല്ല. അണ്ടർവെയർ വളരെ ടൈറ്റോ വളരെ ലൂസ് ആയിട്ടുള്ളത് ശരിയല്ല. You have to be careful about those things. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയോടും ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പറയാനുള്ള മൻകരുത്ത് ഒരു പേരന്റിന്, വെദർ ഇറ്റ് ഇസ് എ ഫാദർ ഓർ മദർ, ഇമ്മീഡിയറ്റ്ലി. കാരണം ആ ഒരു അഡോളസന്റ് പ്രായത്തില് their children are what you call establishing their identity. അവർക്കൊരു what you call ഭയങ്കര arrogance ഉണ്ടാവും. അമ്മമാരാണ് അവരുടെ ശത്രു സ്ഥാനത്ത്, ബിക്കോസ് അമ്മമാരാണ് 24/7 അവരുടെ കൂടെയുള്ളത്. അച്ഛന്മാർ വല്ലപ്പോഴും വരുമ്പോൾ അവർക്ക് കൂടുതൽ അട്രാക്ഷൻ അച്ഛനോടാണ് കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പൊ അമ്മ വിചാരിക്കും, അയ്യോ ഞാൻ പറയുന്നത് എന്തേ മനസ്സിലാക്കാണ്ട് അച്ഛനോട് ഒരു ഇത്. ഡോണ്ട് വറി, ദിൽ കം ബാക്ക് ടു യു. പെൺകുട്ടികൾക്ക് അമ്മമാർ വേണ്ടിവരും. ദാറ്റ് ഈസ് ബിക്കോസ് ആ ഒരു പീരീഡിൽ അവർക്ക് ശത്രുസ്ഥാനം തോന്നിക്കുന്നതാണ്.
ഹോർമോണൽ ചേഞ്ചസ് വരുന്ന കാരണമാണ്. ആ സമയത്ത് ഇഫ് യു ഏർലി സ്റ്റേജിൽ തന്നെ ഇഫ് യു ക്യാൻ റിലേറ്റ് വിത്ത് യുവർ ഡോട്ടർ പ്രിറ്റി ബെറ്റർ, ഷീ വിൽ ടേക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്കൊന്നും അറിയില്ല, എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ എങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ എന്തെങ്കിലും എവിടെങ്കിലും അവരത് ഓർക്കും, അവർ ആ മനസ്സിന്റെ ഏതെങ്കിലും കോണയിൽ അത് കിടക്കും. ആൻഡ് നോ മാറ്റർ ഹൗ ആരോഗ്യന്റ് ഷീ ഈസ്, അവളോട് സ്നേഹത്തിൽ പറയുമ്പോൾ, അവളോട് സ്നേഹത്തിൽ പെരുമാറുമ്പോൾ ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഫോർ പ്രയാസ്. ആൻഡ് ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കുക, ഹൈ കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കാണ്ട് ഹൈ പ്രോട്ടീൻ സ്റ്റഫും നല്ല സ്വീറ്റ് ആരേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാണ്ടിരിക്കാണ്ട്, ബേക്കറി ഐറ്റംസ് അധികം കൊടുക്കാണ്ട്, നല്ല പോഷകാഹാരം, ഹോം ഗ്രോൺ ഫുഡ്, സാത്വിക് ഫുഡൊക്കെ നല്ലതാണ്. അഫ്കോഴ്സ് ദ ടേസ്റ്റ് ഓഫ് മീറ്റ് ആൻഡ് നോൺ വെജ് ഇസ് ദെയർ, അതൊക്കെ ആവാം, ബട്ട് ഇൻ ലിമിറ്റഡ് ഡോസസ്. ആ ലിമിറ്റഡ് ഡോസസിലാവുമ്പോൾ നമുക്ക് ആ ഒരു ഹെൽത്തി ഗ്രോത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്ലേ എ ഇമ്പോർട്ടൻറ്റ് റോൾ when she starts menstruating, when she starts fertilizing her egg, when she starts giving birth to a child, when she starts her pregnancy, when she starts her menopause, when she reaches her old age. നമ്മൾ കണ്ടിട്ടില്ലേ ചില അമ്മൂമ്മമാര് എത്ര പ്രായമായാലും ഓടിച്ചാടി നടക്കുന്നത്? They have got that capability because they are brought up to be strong. സ്പോർട്സിൽ പോകരുത്, സ്കേറ്റിങ്ങിന് പോകരുത്, യോഗയ്ക്ക് പോകരുത്, ആൺകുട്ടികളോട് മിണ്ടരുത്, ഇന്നലെ വരെ ആൺകുട്ടികളോട് കളിച്ചത് ഇന്ന് സൈക്ലിംഗ് ഒന്നും ചെയ്യരുത്, അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. Go out, mix with boys, because today boys also know what is menstruation, and the fathers are sure to tell the boys also. So the boys will respect the girls more. പണ്ടത്തെ പോലെ ബോയ്സിന് ഒരു ലസ്റ്റ് ഇല്ല. A baby that is born out of lust will not be good. A baby born out of love will be good. A baby, ovum that is fertilized with love. ആ ലവ് വരണമെങ്കിൽ ആൺകുട്ടികള് ഈ മെൻസ്ട്രേഷൻ എന്താണെന്ന് അറിയണം. ആ ലവ് വരണമെങ്കിൽ ആൺകുട്ടികൾ അറിയണം ആ മെൻസ്ട്രൽ പീരീഡിൽ ചിലപ്പോൾ ആ ലേഡിക്ക് ഇത്തിരി വയ്യായ തോന്നുകയൊക്കെ ഉണ്ടാവും, ഒരു തലവേദന ഉണ്ടാവും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, വയറുവേദന ഉണ്ടാവും, സ്പാസിംസ് ഉണ്ടാവും, ക്രാംസ് ഇൻ ദ ലെഗ് ഉണ്ടാവും, ബ്രസ്റ്റിൽ ഇത്തിരി വേദന ഉണ്ടാവും. ദാറ്റ് ഈസ് ഓക്കെ. ഒരു കുറച്ച് നല്ല വാക്കും, if the man of the house can take over the household duties during those days, the girl in the house will be more at ease. And കാരണം ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയിലും സാധാരണ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഹോസ്റ്റലിലായിരിക്കും. അപ്പോൾ we should be considerate to them. കോളേജിലൊക്കെ മിക്സ്ഡ് സ്കൂളും കോളേജൊക്കെയാണ്. സോ വി വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ എ മിക്സ്ഡ് ഗ്രൂപ്പ്. അപ്പോൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് മസ്റ്റ് നോ what exactly is happening to the system. So on that note, I think I should be ending this because we are well past our time, and I hope you all enjoyed the session, or I could convey a little bit of what I wanted to tell. Okay, thank you. Any queries, any questions? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മാമിനോട് ചോദിക്കാം കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മാം? മാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്റെ ഒരു സംശയം, ഈ കൊച്ചു പ്രായത്തിലെ ആൺപിള്ളേർക്ക് ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്നുള്ളതാണ്. നമ്മൾ പെൺകുട്ടികൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷെ ഇത് ആൺപിള്ളേർക്ക് ആ കൊച്ചു പ്രായത്തിൽ, കൊച്ചെന്ന് പറഞ്ഞാൽ 10-12 വയസ്സെന്നുള്ള കുട്ടികൾക്ക് അതെങ്ങനെ പറഞ്ഞു കൊടുക്കൂ എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. അതിന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് പോവാം. എൻ്റെ അമ്മ ചെയ്ത കാര്യമാണ്. ബിക്കോസ് ഐ വാസ് ബോൺ ഇൻ എ ഫാമിലി വെർ ഐ ഹാഡ് 3 ബ്രദേഴ്സ് ഓഫ് മൈ ഓൺ, 4 കസിൻസ്. നമ്മൾ നായർ ഫാമിലി ആവുമ്പോൾ വാട്ട് യു കോൾ വല്യമ്മ ചെറുമ്മ മക്കളൊക്കെ നമ്മുടെ ബ്രദേഴ്സാണ്. അപ്പൊ ടോട്ടൽ 7 ബ്രദേഴ്സും ഞാനൊരു പെൺകുട്ടി മാത്രമാണ്. അപ്പൊ ഐ വാസ് ജസ്റ്റ് ലൈക്ക് എ ടോം ബോയ്, ഷോർട്ട്സും ടീഷർട്ടും ഇട്ടിട്ട് സൈക്ലിങ്ങും പോവുക, മരം കയറുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഇതൊക്കെ. അപ്പൊ നേരത്തെ തന്നെ അമ്മ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് സംഭവം ഉണ്ടാവാൻ പോണത്. അപ്പൊ ആൺകുട്ടികള് ആകെ ഇങ്ങനെ അത്ഭുതത്തോട് നോക്കണത്, ബിക്കോസ് അവർക്ക് ഇത് അറിയില്ലല്ലോ.
And those days we never used to talk periods. അന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ട്, അപ്പോൾ പീരിയഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തൊടാൻ പാടില്ല, 3 ദിവസം മാറിയിരിക്കണം, അങ്ങനെയൊക്കെയാണ്. ആൻഡ് സിൻസ് ഐ വാസ് ലൈക്ക് എ ടോം ബോയ്, ദേഷ്യം വന്നിട്ട് ഞാൻ എല്ലാം പോയി തൊടും. അടുക്കളയിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വന്നിട്ട് ഇതൊക്കെ മറന്നിട്ട് അടുക്കളയിലേക്ക് നേരെയിട്ട് പോകും. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നേരെയിട്ട് അവിടെ അച്ഛമ്മ കിടന്ന് ഇങ്ങനെ ബഹളം കൂട്ടും, ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ my mother realized that this won't do, and she called the boys and 7 brothersനെയും ഒക്കെ ഇരുത്തിയിട്ട് അമ്മ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതൊക്കെയാണ് സംഭവം, അവൾക്ക് ഇങ്ങനെയൊക്കെ വരും. എൻ്റെ ബോയ്സിനെ കൊണ്ട് പോയിട്ടാണ് പാഡ്സ് വാങ്ങിപ്പിക്കാറ്, അമ്മ പോയി വാങ്ങിക്കില്ല. എൻ്റെ ഷി വുഡ് ഡു. അപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞ വലിയൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് സദ്യ കൊടുക്കലും പിടിക്കലും ഉണ്ണിയപ്പം ഉണ്ടാക്കലും. ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് ഡേയ്സ്. അതും ബോംബെയിൽ, ആൻഡ് നോട്ട് ഈവൻ ഹിയർ, ഇറ്റ് ഈസ് ഇൻ ബോംബെ. ഇവിടെ പിന്നെയും അതൊക്കെ നടക്കും എന്ന് വയ്ക്കാം. ബോംബെയിൽ ഇറ്റ് വാസ് എംബാരസിങ്. ഞാൻ ചോദിച്ചു, അമ്മ ഇതെന്തിനാ എല്ലാവരോടും പറയണേ? ഇല്ലില്ല, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്, യു ഷുഡ് നോട്ട് ബി അഷെയിംഡ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് സച്ച് എൻ ഓപ്പൺ മൈൻഡ് ഓഫ് ഇറ്റ്. പീരിയഡ്സ് വരുമ്പോൾ അമ്മ വീട്ടിലിങ്ങനെ ഞാൻ ചേട്ടനോടും പറയാം. ഇൻഫാക്ട് ഐ ലോസ്റ്റ് മൈ മദർ ഈവൻ ബിഫോർ മൈ മാരേജ്. 24 years മുമ്പാണ് അമ്മ മരിച്ചത്. അപ്പൊ ഐ വാസ് എ ഗേൾ അലോൺ ഇൻ എ ഹോൾ ഹൗസ് ഓഫ് ബോയ്സ്. അവർക്ക് ഇത് മുഴുവൻ മനസ്സിലാവില്ല. ബട്ട് മൈ ചേട്ടൻ, ഹി സ്റ്റിൽ എ ജെം ഓഫ് എ മാൻ. എന്നോട് പറയും, മോളെ വയറുവേദന എടുക്കുന്നുണ്ടോ? ചേട്ടൻ എനിക്ക് വയറുവേദനയ്ക്ക് ചൂടുവെള്ളം ഹോട്ട് വാട്ടർ ബാഗിൽ വെച്ചിട്ട് വയറ്റിൽ വെച്ച് തരാറുണ്ട്. He would sit and എന്നെ തടവി തരാറുണ്ട്. ഇറ്റ് വാസ് സച്ച് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അനിയന്മാരും പറയും, അയ്യോ ചേച്ചിക്ക് വയ്യേ, okay, then we'll go into the kitchen, because അമ്മ ഇല്ലെങ്കിൽ somebody had to, we had a servant, but then you needed supervision. And I was doing my post graduation, അപ്പോൾ കോളേജിൽ നിന്ന് വന്നിട്ടാണ്. But then with boys you don't tend to be pampered so much. അപ്പോൾ എനിക്കൊരു നാണക്കേടുന്നു, ഞാൻ കിടക്കുക, ആൺകുട്ടികൾ എന്നെ പാമ്പർ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എണീറ്റ് ചാടി ഐ വുഡ് ഡു മൈ വർക്ക്. അപ്പോൾ ഈ പാഡ്സ് ഞാൻ ഓടിക്കോൾ റാപ്പ് ചെയ്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുന്നു. ഇറ്റ് വാസ് നോട്ട് എംബാരസിങ് അറ്റ് ഓൾ, because we had a jamidar who would come and take the dustbin away. Our flat system ആകുമ്പോൾ we had no parbo anything to dispose the thing. അതേ സ്ഥാനത്ത് when I got married and came down to Kodungallur in my husband's house, everyone was, it was awful. അവിടെ പെൺകുട്ടികൾ തുണിയാണ് ഉപയോഗിച്ചിരുന്നത്, ആൺകുട്ടികൾ നമ്പൂതിരി വീട് പോലെയാണ്, because we what you call ഹൈറാക്കി നമ്പൂതിരീസ് ആണ്. അപ്പോൾ അവിടെ ഇതിനേക്കാളും കൂടുതൽ ചിട്ടിയായിരുന്നു, വേറെ ആരും വരരുത്, ഉള്ളിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പാഡ് ഞാൻ തുണി ഉടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് പാഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ പൊതിഞ്ഞു വെച്ച് ഞാൻ ഔട്ട്സൈഡ് ആയിരുന്നു ടോയ്ലറ്റ്, അതിന്റെ പിന്നിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ കാക്ക കൊത്തി കൊണ്ടുവന്നിട്ട് ഈ അടുക്കളയുടെ മുമ്പിലിടും. സോ ഇറ്റ് വാസ് സോ എംബാരസിങ് അറ്റ് ദോസ് ടൈം. Then my mother-in-law was a very nice lady who really supported me. അവര് എന്താ ചെയ്തതെന്ന് വെച്ചാൽ she told me, മോളെ ഇതൊരു കുഴി ഒഴിച്ച് നമുക്ക് അത് മൂടി വെക്കാം, കത്തിക്കാം. ഇവിടെ ബോയ്സിനോട് പറഞ്ഞിരുന്നില്ല, ബട്ട് ഇൻ മൈ ഹൗസ് ഇറ്റ് വാസ് ടോട്ടലി an open talk. Nobody, I got my periods എന്ന് പറഞ്ഞാൽ everybody understood. അപ്പൊ ആൺകുട്ടികളോട് ശരിക്കും ഇരുത്തി പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരും, അത് ഈ പ്രോസസ് എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറ്റുക, അവർക്ക് അവിടുന്ന് ഇവിടുന്ന് മുറി നോളജ് കിട്ടുമ്പോൾ അവർക്ക് ഒന്ന് സെക്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കും. നമ്മൾ എല്ലാവരും സെക്സ് എക്സ്പെരിമെന്റ് ചെയ്തെന്ന് ഒരു ഹോൾഡിംഗ് ഓഫ് ദ ഹാൻഡ്സ്, അല്ലെങ്കിൽ ഒരു സ്റ്റോൾ ഇൻ കിസ് ഇൻ ദ തിയേറ്റർ, അങ്ങനെയൊക്കെ. ഇന്നിപ്പോ എല്ലാം ഓപ്പൺ അല്ലേ, അപ്പൊ ആ വികാരങ്ങളൊക്കെ കുറച്ച് കുറയായിരിക്കും. അപ്പോ അത് കുറയും if you are open with your son and your daughter or with your friends, everything. അല്ലാണ്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഡിയർ ഫ്രണ്ട് അരുൺ ജോസ് പറയുന്ന പോലെ അവളായിട്ട് നാളെ മുതൽ കളിക്കണ്ട, അവൾ വലിയ കുട്ടിയായി. ഈ വലിയ കുട്ടി ആവണത് എങ്ങനെ? പെട്ടെന്ന് ഇന്നലെ വരെ കുഴപ്പമില്ല, പാവടയും ജാക്കറ്റും ഇട്ട് നടന്നിരുന്ന പെൺകുട്ടി നാളെ മുതൽക്ക് എൻ്റെ കൂടെ കളിക്കില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കൺഫ്യൂസിങ് ഫോർ ദ ബോയ്. ആൺകുട്ടികൾ പറഞ്ഞു കൊടുക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതിൽ എംബാരസ്മെന്റ് തോന്നിക്കേണ്ട ആവശ്യമില്ല. അവർ കേട്ടിരിക്കും, സ്പെഷ്യലി വെൻ എ മദർ ഇസ് സേയിങ്, അവർ കേട്ടിരിക്കും. തോന്നുന്നു. I hope that answers your question. Thank you, ma'am. Okay, ma'am. Thank you so much for the session. ശരിക്കും മാം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മല മാം
ഈ ഒരു സെഷനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ ഞാൻ നിർമ്മല മാമിനെ തന്നെ ചൂസ് ചെയ്തത്. ശരിക്കും ആർത്തവം എന്ന് പറയുന്നത് അസാധാരണമല്ല, സാധാരണമായ ഒരു കാര്യമാണ്, തികച്ചും സാധാരണമായ ഒരു കാര്യമാണ്. Thank you so much, ma'am, for the session. Next, I invite EP Training Karina Joseph for the vote of thanks. Thank you, Chairman. Good evening to one and all. Menstrual Hygiene Day is observed on 20th May every year. And even in this 21st century, it is necessary to break the taboo surrounding menstruation, raise awareness on the importance of good menstrual hygiene management worldwide. Today, we had an excellent training session by Professor Nirmala Parameshwar. And now I would like to express my sincere gratitude to ma'am. Now I would like to thank our chief guest, JFP Arjun K. Nair, for the motivational words. I would like to thank our guest of honor, HGF Sri Vidya Harish, for your inspirational words. Thank you, JC Anaga Shibu, for chairing the session. Thank you, JC Deeba Babu, JC Tindu Menon, JC Anu Tangam, and all my beloved audience for making this event a grand success. Once again, I thank each and every one of you present here. Thank you and have a great day.